ഹലോ, വെൽക്കം ടു ഡ്യൂബാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിവിടെ നല്ല റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 5 മിനിറ്റ് മാത്രം മതി. അതായത് കുറേ പേര് മെഴുക്കുരുട്ടിയുടെ റെസിപ്പീസൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിന്നൊരു മെഴുക്കുരുട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്ന് വെച്ചാൽ മത്തങ്ങ ഉണ്ടല്ലോ, മത്തങ്ങ പീണിക്ക എന്നൊക്കെ പറയും, പമ്പി, അതുകൊണ്ടാണ് ഒരു മെഴുക്കുരുട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു 5 മിനിറ്റ് പോലും ആകത്തില്ല, പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. പിന്നെ കൂടുതലായിട്ടുള്ള സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് ഒരു ബെൽ ഐക്കോൺ കാണും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു കഷ്ണം പീണിക്ക കൊണ്ടിട്ട് ഒരു മെഴുക്കുരുട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഈ മധ്യത്തിലുള്ള ഈ വിത്തൊക്കെ മാറ്റിയിട്ട് ഈ പുറത്തുള്ള ഈ തോടൊക്കെ മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, നമുക്കൊന്ന് കട്ട് ചെയ്യാം. മധ്യത്തിലുള്ള ഈ പാർട്ടൊന്ന് റിമൂവ് ചെയ്യണം. ഇനിയിപ്പോൾ ഈ തോടുണ്ടല്ലോ, അതും കൂടെ നമ്മളൊന്ന് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഇത് കട്ടിയുള്ള ഒരു തൊലിയാണ്. അപ്പോൾ നമ്മൾ ഇനി എടുക്കുമ്പോൾ കത്തി കയ്യിൽ കൊള്ളാതെ സൂക്ഷിക്കണം. ഇങ്ങനെ കാര്യമല്ലോ. ഇനിയിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഇതിനെ നൈസായിട്ട് കട്ട് ചെയ്യണം. തീരെ നൈസാക്കണ്ട, കുറച്ച് കണ്ടു ഇതുപോലത്തെ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഇത് പെട്ടെന്ന് വലുത് കിട്ടും നമുക്ക്. കണ്ടോ, ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇതൊക്കെ കാണിക്കുന്നത്. എൻ്റെ മക്കളുടെ പ്രായത്തിലുള്ളവരാണ് കൂടുതലും എൻ്റെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ അവർക്ക് യൂസ്ഫുള്ളായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ കട്ട് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ അത് മുഴുവനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് കഴുകണം കേട്ടോ. കഴുകിയിട്ട് വേണം ഇത് കട്ട് ചെയ്ത് വയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെഴുക്കുരുട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചൈനീസ് ഫുഡൊക്കെ വെക്കുമ്പോൾ നമ്മുടെ റീഫൈൻഡ് ഓയിൽ എടുക്കും. അല്ലാത്ത നമ്മുടെ നാടൻ കറികൾക്കെല്ലാം വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓയിലൊന്ന് ചൂടാകട്ടെ. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കി. ചൂടായിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടുതൽ സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഒരു മെഴുക്കുരുട്ടി ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കഴുകി കട്ടി ഇട്ട് കൊടുക്കുന്നത്. ഇളക്കി കൊടുക്കാം. ഇത് നമുക്കിത് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. കുറച്ച് ചേർക്കുന്നു, വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്തോളാം കേട്ടോ. ഇതിൽ നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ നിറച്ച് അതായത് ഹീറ്റായിട്ട് എടുത്തിട്ടുണ്ട്
മുളക് പൊടി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. എരിവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോണേ. കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കാനാണ്. ഇതിപ്പോൾ കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് വലിയ എരിവൊന്നും കാണത്തില്ല. പക്ഷെ തീരെ എരിവ് കൂട്ടാത്തവരുണ്ടെങ്കിൽ തീരെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവ് നോക്കിയിട്ടോണം. ഇനിയിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഫ്ലെയിം വന്നിട്ട് കുറച്ച് വെച്ചിട്ട് മീഡിയത്തിനും ലോക്കും ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇതിൽ തന്നെ നമ്മൾ ഉപ്പിന്റെ ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ശാക്കല ഉപ്പ് കൂടെ വേണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്കിത് മൂടി വയ്ക്കാം. കുറച്ച് വെച്ച് വേണം വേവിക്കാൻ. ലോ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, അതാണ്. പീടിക്കായിട്ട് പെട്ടെന്ന് തന്നെ, അത് മത്തങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചാലും മതി. വച്ചിട്ട് നമ്മൾ വേറെ വല്ല ജോലികളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ മീഡിയത്തിനും ലോക്കും ഇടയ്ക്കാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിൽ നിങ്ങൾക്ക് തീ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണിക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. മുളക് പൊടിയ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് കേട്ടോ. 5 മിനിറ്റ് പോലും ആയില്ല നമ്മളിത് ഇപ്പം സ്റ്റൗവിലാക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. ബിരിയാണിക്ക് വെന്തിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഫ്ലെയിം കുറച്ച് വെച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ. ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ, നമുക്ക് മാറ്റാം. അപ്പോൾ കണ്ടോ, ഇത്ര എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മെഴുക്കുവരട്ടി തയ്യാറാക്കാൻ പറ്റി. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. താങ്ക് യു.